ശില്പകലകളിലും ചലച്ചിത്രത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിത്തീർത്ത കാലമായി വേണം 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ മുന്നേറ്റത്തെ കാണേണ്ടത്. പാരമ്പര്യത്തെ വെല്ലുവിളിച്ച് കലാലോകത്ത് പുതുമയുടെ ആശയങ്ങൾക്കും രൂപശില്പ മാതൃകകൾക്കും വഴിതെളിച്ച കലാപ്രസ്ഥാനമെന്ന നിലയിൽ അവാന്ത് ഗാർഡ് 20-ാം നൂറ്റാണ്ടിൽ ആകെ നിറഞ്ഞു നിന്നു. ചിത്രകലയിൽ ദൃശ്യമാനങ്ങളുടെ തലത്തിലാണ് ഇത് പ്രവർത്തിച്ചിട്ടുള്ളത്. പിക്കാസോയുടെയും ബാർക്കിൻ്റെയും ചിത്രങ്ങളിൽ കാണുന്ന ഒന്നിലധികം ദൃശ്യകോണുകളുടെ സന്നിവേശത്തിലും സ്ഥലമാനങ്ങളെയും വസ്തുക്കളെയും ജ്യാമിതീയ രൂപങ്ങളായി ചിതറിച്ചു മാറ്റുന്നതിലൂടെ കാഴ്ചയുടെ യാഥാസ്ഥിതികത്വത്തെ തകർക്കുന്നതിലും ക്യാൻവാസിനെ ദ്വിമാന ചിത്രപടലമായി കണക്കാക്കുന്നതിലുമാണ് ക്യൂബിസം അറിയപ്പെട്ടത്. പിക്കാസോയുടെ കരയുന്ന സ്ത്രീ 1937 എന്ന ചിത്ര പരമ്പര ഉദാഹരണമായി എടുത്താൽ ഒട്ടേറെ ത്രികോണ രൂപങ്ങളുടെ സംയോജനത്തിലൂടെയാണ് നാം കരയുന്ന സ്ത്രീയെ കാണുന്നത്. വ്യത്യസ്ത ദിശകളിലേക്ക് ചെന്നെത്തുന്ന അവരുടെ കണ്ണുകൾ, തൂവാല, കണ്ണുനീർ, മൂക്ക്, വായ എല്ലാം പൊട്ടിപ്പോയ ഒരു കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഒരു മുഖത്തെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിക്കുക എന്നതാണ് ക്യൂബിസത്തിൻ്റെ ശ്രദ്ധേയമായ രചനാരീതി. പശ്ചാത്തലവും ഇമേജും ഇവിടെ ഒരു ദ്വിതല പ്രതലത്തിൽ ഒന്നിക്കുന്നു.